അച്ഛൻ അമ്മ 3 കുട്ടികളുള്ള ഒരു ഫാമിലി. അച്ഛൻ ജോലിക്ക് പോയിട്ട് ഫാമിലിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു. അമ്മ ഒരു സ്റ്റേ അറ്റ് ഹോം മോമാണ്. കുട്ടികളുടെ സ്കൂൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ഹോം മേക്കർ. കുട്ടികളുടെ എല്ലാ പരിപാടികൾക്കും കാര്യങ്ങൾക്കും പങ്കെടുത്തിരുന്ന ആ അച്ഛനും അമ്മയും ആസ് എ കപ്പിൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ചു സമയം കണ്ടെത്തിയിരുന്നില്ല. ആ അമ്മയ്ക്കാണെങ്കിൽ തന്റെ ഹസ്ബൻഡിന്റെ കൂടെ പല സ്ഥലത്തൊക്കെ പോകണം, അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യണം, പലതരം ആക്ടിവിറ്റീസ് ഒക്കെ ഹസ്ബൻഡിന്റെ കൂടെ ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ തന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാമെന്ന് വെച്ചാലും ആളാണെങ്കിൽ ചെവി കൊടുത്ത് കേൾക്കുന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ നോക്കുന്ന തിരക്കിലും ഒക്കെ ആയിട്ട് ആ അമ്മയും ഇത് അത്ര വലിയ കാര്യമാക്കാതെ വിട്ടു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. 3 കുട്ടികളും പഠിത്തം, ജോലി എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് മാറി ഓരോ സ്ഥലത്തായി. അച്ഛന്റെ ലൈഫ് ആസ് യൂഷ്വൽ ജോലി തിരക്കിലൊക്കെ പെട്ട് ബിസിയായി തന്നെ പോകുന്നു. അമ്മയാണെങ്കിലോ സ്റ്റാർട്ടഡ് ഫീലിംഗ് ലെഫ്റ്റ് ഔട്ട്. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ കഥയുമായിട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ഡോണ്ട് മിസ് ടു വാച്ച് ദിസ് വീഡിയോ. ഹായ് എവരിവൺ, ദിസ് ഈസ് അന്നപൂർണി ആൻഡ് വെൽക്കം ടു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ സീരീസ് ലവ് മാരത്തോൺ. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ലൈഫ് ലോങ് ഒരു സസ്റ്റൈനബിൾ ആൻഡ് ഗ്രേറ്റ് റിലേഷൻഷിപ്പിലൂടെ ഒപ്പം ഒരുമിച്ച് ബഹുദൂരം സഞ്ചരിക്കാൻ വാച്ച് ദിസ് ലവ് മാരത്തോൺ സീരീസ്. ഈ സീരീസിലെ ഓരോ എപ്പിസോഡും 13 തിങ്സ് മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഡു എന്ന ബുക്കിലെ ഓരോ ലെസൺസ് ആണ്. യങ് കപ്പിൾ മുതൽ പേരക്കുട്ടികളുള്ള കപ്പിൾസിന് വരെ അവരുടെ ഒരു ഓക്കെ റിലേഷൻഷിപ്പിനെ ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റാനായിട്ട് ചെയ്യാൻ പാടില്ലാത്തതായ 13 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ സീരീസിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലോട്ട് തന്നെ പോവാം. ആ കപ്പിൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് അവരുടെ പ്രോബ്ലംസിനെ അവര് ഇഗ്നോർ ചെയ്തോണ്ടേയിരുന്നു. അതാണ് എപ്പിസോഡ് 1ന്റെ ലെസൺ. മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഇഗ്നോർ ദെയർ പ്രോബ്ലംസ്. നമ്മുടെ സ്റ്റോറിയിലെ ലേഡിക്ക് അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ ഒരുമിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല എന്ന പ്രോബ്ലം അവർ ഇഗ്നോർ ചെയ്തോണ്ടേയിരുന്നു. അതിനെക്കുറിച്ച് അത്ര ഇരുന്ന് ആലോചിക്കാൻ സമയമില്ലാതെ കുട്ടികളുടെ കാര്യങ്ങളുമായി ഡിസ്ട്രാക്ട് ആയപ്പോൾ അവരും അതൊക്കെ വിട്ടു. ഇടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു പോയ വൈഫിന്റെ കൺസേൺ കേൾക്കാനായിട്ട് ഹസ്ബൻഡും തയ്യാറായില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് പല രീതിയിൽ പ്രോബ്ലംസ് വരാം. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ കോൺഫ്ലിക്ട്സ്, പാരന്റിംഗിലെ അഭിപ്രായ വ്യത്യാസം, ഇൽനോസ് അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സുമായുള്ള ഇഷ്യൂസ്, സെക്ഷൽ പ്രോബ്ലംസ്, ലോങ് വർക്കിംഗ് അവേഴ്സ്, വീട്ടിലെ ജോലികൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിലെ കോൺഫ്ലിക്ട്. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലംസ് പോപ്പോട്ട് ആയാൽ പോട്ടെ വിട്ടുകള എന്ന് പറഞ്ഞ് തള്ളിക്കളയോ കണ്ടില്ല എന്ന മട്ടിൽ ഇരിക്കാറുമില്ല. നൗ ലെറ്റ്സ് സീ വൈ കപ്പിൾസ് ഇഗ്നോർ ദെയർ പ്രോബ്ലംസ്. പല കാരണങ്ങളുണ്ട് ഇതിന്. ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വൈഫോ ഹസ്ബൻഡോ ഒക്കെ അപ്സെറ്റ് ആവുമോ എന്നുള്ള ഒരു പേടി, ഇത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ നടത്താനുള്ള ഒരു മടി, സമയമുണ്ടല്ലോ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി വലിയ കുഴപ്പമൊന്നും ഇല്ലാതൊക്കെയാ പോകുന്നത്, ഇനി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വെറുതെ എന്തിനാ ഒരു അടിയൊക്കെ ഉണ്ടാവുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്നവരും. ചിലപ്പോൾ പാർട്ട്ണർ ഇതൊന്നും കേൾക്കാനായിട്ട് റെഡി ആവില്ല, കല്യാണം കഴിഞ്ഞല്ലോ ഇനി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ വഴിയുള്ളൂ എന്ന് വിചാരിച്ച് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് റീസൺസ് കാരണമാണ് മിക്ക കപ്പിൾസും അവരുടെ ഇടയിലെ പ്രോബ്ലംസ് ഇഗ്നോർ ചെയ്യുന്നത്. Now let's see how to build mental strength. Number 1, some problems can be addressed without talking about it directly and by just focusing on the solutions. എല്ലാ പ്രോബ്ലംസും അല്ലെങ്കിലും ചില പ്രോബ്ലംസ് ഒക്കെ ഹസ്ബൻഡും വൈഫും ഇരുന്ന് ഇങ്ങനെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇതൊക്കെ ചെയ്ത് സോൾവ് ചെയ്യാം എന്നൊക്കെ ഡയറക്റ്റ് പറയാതെ തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റോറിയിലെ ഹസ്ബൻഡ് വൈഫിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ വൈഫ് പോയിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് നീ എന്റെ കൂടെ ടൈം തീരെ സ്പെൻഡ് ചെയ്യുന്നേ ഇല്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം വൈഫ് അവരുടെ വീക്കെൻഡിൽ ഒരുമിച്ച് ഒരു വാക്കിന് പോകാനോ ഡ്രൈവിന് പോകാനോ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാനോ ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻസ് ഒക്കെ തന്റെ ഹസ്ബൻഡിന്റെ ലൈഫ് സ്റ്റൈലിൽ ഗ്രേസ്ഫുൾ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ there is a chance that he will also start liking it. Number 2, define the problem. നേരത്തെ പ്രോബ്ലത്തിനെ കുറിച്ച് ഡയറക്റ്റ് ആയി പറയാതെ തന്നെ സൊല്യൂഷൻസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അത് എല്ലാ സിറ്റുവേഷൻസിലും വർക്ക് ആവണമെന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ you have to define the problem clearly. ഏർലി സ്റ്റേജിൽ തന്നെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ വലിയ ഇഷ്യൂസ് ഉണ്ടാവുന്നതിനെ തന്നെ അവോയ്ഡ് ചെയ്തെന്ന് വന്നേക്കാം. Number 3, differentiate between problems that can be solved and that can't. സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രോബ്ലംസും ഉണ്ടാവും. ലെറ്റ്സ് സേ ഫിനാൻഷ്യൽ പ്ലാനിങ്, പാരന്റിംഗിലെ കോൺഫ്ലിക്ട്സ് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് പാർട്ട്നേഴ്സിന്റെ ഇടയിലെ റിലീജിയസ് ബിലീഫ്സിന്റെ ഡിഫറൻസസും അത് അത്ര ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഫോർ എ ബെറ്റർ റിലേഷൻഷിപ്പ് തിങ്ക്, ഡു ഐ നീഡ് ടു സോൾവ് ദ പ്രോബ്ലം ഓർ ഡു ഐ നീഡ് ടു സോൾവ് ഹൗ ഐ ഫീൽ അബൌട്ട് ദ പ്രോബ്ലം. Number 4, യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. എപ്പോൾ നോക്കിയാലും നീ ഫുള്ള് ഓഫീസ് എന്ന് തന്നെ പറഞ്ഞിരുന്നു, എന്റെ കൂടെ തീരെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് പകരം യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവും. ഇതുപോലെ പാർട്ട്ണറിനെ കുറ്റപ്പെടുത്താതെ വാട്ട് യു വാണ്ട് എന്ന് ഐ സ്റ്റേറ്റ്മെന്റ്സിലൂടെ പറയുക. Now let's see the troubleshooting and common traps here. Number 1, waiting for the perfect time to address a problem. ടൈമിംഗ് മാറ്റർ ചെയ്യും. ലെറ്റ്സ് സേ ഓഫീസിൽ പോകാനായിട്ട് ബിസിയായി റെഡി ആവുന്ന ഒരാളോട് പോയിട്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ ഇരുന്നാൽ വല്ല ഗുണം ഉണ്ടാവും. അത് പറഞ്ഞ് ഒരു പെർഫെക്റ്റ് ടൈം വരട്ടെ അപ്പൊ ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെർഫെക്റ്റ് ടൈം വന്നിരിക്കില്ല. സോ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം ഡിസൈഡ് വെൻ യു ഷുഡ് ബ്രിങ് അപ്പ് ദ പ്രോബ്ലം. Number 2, bringing up the same problem over
ആൻഡ് ഓവർ. പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് താൻ വലിയ എഫേർട്ട് ഒക്കെ ഇടുവാണ് എന്ന് വിചാരിച്ച് ചിലരൊക്കെ എപ്പോഴും ആ പ്രോബ്ലത്തിനെ കുറിച്ച് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ലെക്ചർ അടിച്ചോണ്ടേ ഇരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എപ്പം നോക്കിയാലും വള പറഞ്ഞോണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ് ചിലപ്പോൾ പാർട്ട്ണർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടി ഇഗ്നോർ ചെയ്തേക്കാം. നമ്പർ 3, യൂസിംഗ് ദ സൈലന്റ് ട്രീറ്റ്മെന്റ്. ഒരു ആർഗ്യുമെന്റ് ഓർ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ചില കപ്പിൾസ് യൂസ് ചെയ്യാറുള്ള ഒരു വെപ്പൺ ആണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. എന്തെങ്കിലും കാര്യത്തിൽ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് രണ്ടുപേരും മിണ്ടാതങ്ങ് നടക്കും. സൈലന്റ് ട്രീറ്റ്മെന്റ് ഇമോഷണൽ അബ്യൂസിന് കാരണമായേക്കാം എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ഡാമേജ് യുവർ വെൽബീയിങ് ആൻഡ് യുവർ റിലേഷൻഷിപ്പ്. ഇൻ കേസ് ഒരു ആർഗ്യുമെന്റിൽ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം, ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് റിലാക്സ് ആയതിനു ശേഷം ഡിസ്കസ് ചെയ്യുക. അതിന് പകരം ഡോണ്ട് ഗിവ് യുവർ പാർട്ട്ണർ സൈലന്റ് ട്രീറ്റ്മെന്റ്. ലവ് മാരത്തോന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ പാർട്ട്ണർ കൂടി കണ്ടാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് അവരുമായി ഒരുമിച്ചിരുന്ന് കാണുക. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള സ്നേഹം ഫെബ്രുവരി 14 എന്ന ഒരു ദിവസം ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് ഒരുമിച്ച് അതും ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ ഒരു ജീവിതകാലം മുഴുവൻ സഞ്ചരിക്കാനുള്ള ലവ് മാരത്തോൺ ആണ്. ഈ ലവ് മാരത്തോണിൽ ഹാപ്പി ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ട് ഒരുപാട് ദൂരം ഒരുമിച്ച് സഞ്ചരിക്കണമെങ്കിൽ ഈ സീരീസിലെ അടുത്തടുത്ത എപ്പിസോഡ്സ് ഒക്കെ മിസ്സാക്കാതെ കാണുക. അതുമാത്രമല്ല അതൊക്കെ ലൈഫിലും അപ്ലൈ ചെയ്യാം. ലവ് മാരത്തോണിന്റെ അടുത്ത എപ്പിസോഡ് നാളെ ഇതേ സമയം തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഒപ്പം ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.